തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ കമ്മീഷണർക്കൊപ്പം തന്നെ ACP സുദർശനെതിരായ നടപടി വന്നു. അപ്പോൾ ഈ നടപടിയിൽ സേനയ്ക്കുള്ളിൽ തന്നെ അമർഷം പുകയുകയാണ്. കമ്മീഷണർ അനാവശ്യമായ ഇടപെടൽ നടത്തിയപ്പോൾ ഇരയായത് ACP സുദർശൻ എന്നതാണ് ഉയരുന്ന ഒരു ആരോപണം. MS ലിഷോയുണ്ട് നമുക്കിപ്പം. ലിഷോയ്, ഈ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെയാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ച ഇതൊരു വല്ലാത്തൊരു ചെയ്ത്തായി അവർ അനുഭവിക്കേണ്ടി വന്നത്. കാരണം അത്രയേറെ പ്രതീക്ഷയോടെ നിന്നിട്ടാണ് അത്രയും നാടകീയമായ സംഭവങ്ങളൊക്കെ അന്ന് അരങ്ങേറിയത്. അതിനുശേഷം കമ്മീഷണർ പ്രതിസ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. നടപടി വരെ ഉണ്ടായി. ഇപ്പോൾ ACPക്കെതിരെയും നടപടി വരുന്നു. സേനയ്ക്കുള്ളിലും അമർഷം പുകയുന്നു. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അതായത് കമ്മീഷണറുടെ നടപടി അനുസരിക്കുക മാത്രമാണ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് എന്നുള്ള ഒരു നിലപാടാണ് സേനയ്ക്കുള്ളിലെ ഭൂരിഭാഗം ആളുകൾക്കുമുള്ളത്. കാരണം ഈ കമ്മീഷണർക്കെതിരെ നടപടിയെടുത്ത അതേ നടപടി തന്നെ ACP സുദർശനെതിരെയും എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വങ്ങളും ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. അതായത് കമ്മീഷണർക്കെതിരായ നടപടി അത് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ ACPയെ ബലിയാടാക്കപ്പെട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സേനയ്ക്കുള്ളിൽ നിന്നും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളും നമ്മളോട് പ്രതികരിച്ചത്. ഈ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ACP സുദർശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ അത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന രീതിക്കുള്ള ഒരു നടപടിയാകും, തെറ്റായ ഒരു സന്ദേശമാണ് നൽകുക എന്നാണ് സേനയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ പോലീസ് നടപടി എന്തായാലും അത് വളരെ മോശമായിരുന്നു എന്നുള്ളൊരു നിലപാട് തന്നെയാണ് എല്ലാവർക്കും തന്നെയുള്ളത്. അത് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉള്ളവർക്കും പറയുന്നത് അത് തന്നെയാണ്. തൃശ്ശൂർ പൂരത്തിൽ പോലീസിൻ്റെ നടപടി വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഇതിൻ്റെ എല്ലാം തന്നെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് ശരിയായ തീരുമാനം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരതിൽ ബലിയാടാക്കരുത് എന്നൊരു നിലപാടാണ് ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത്. ശരി ലിഷോ.